കടം വാങ്ങിയും സമ്പദ് വ്യവസ്ഥയെ ദുർവിനിയോഗം ചെയ്തായാലും തീവ്രവാദത്തിന് വെള്ളവും വളവും നൽകി തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് പാകിസ്ഥാൻ. എന്നാൽ പ്രത്യക്ഷത്തിൽ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്ന തങ്ങളുടെ നിലപാട് വ്യക്തമാക്കാൻ മടിയാണ് ഇക്കൂട്ടർക്ക്. എന്നാൽ ഭീകരരുടെ ശവസംസ്കാരം പോലും നടത്തുന്നത് പാകിസ്ഥാന്റെ ചെലവിലാണ്. അതെല്ലാം പാകിസ്ഥാൻ നടത്തിക്കൊടുക്കുന്നതിനുള്ള തെളിവും സഹിതം പുറത്തെത്തിയതാണ്. പാകിസ്ഥാന്റെ തീവ്രവാദ ബന്ധം പുറത്തു വന്നതോടെ എല്ലാവിധത്തിലും പാകിസ്ഥാനെതിരെയുള്ള പ്രതിരോധം ഇന്ത്യ ശക്തമാക്കിയതാണ്. എന്നിട്ടും അതുകൊണ്ടൊന്നും പാകിസ്ഥാനിലെ പാഴുകൾ പഠിക്കുന്നില്ല എന്നതാണ് വാസ്തവം. എന്തായാലും പാകിസ്ഥാന്റെ അഹങ്കാരത്തിന് കണക്ക് തീർത്തു കൊടുത്തിരിക്കുകയാണ് ഇന്ത്യ. പാകിസ്ഥാനെ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ വെച്ച് ഇന്ത്യ വലിച്ചു കീറിയെന്ന് ഭിത്തിയിൽ ഒട്ടിച്ചെന്ന് വേണം പറയാൻ. പാകിസ്ഥാൻ തീവ്രവാദവും കൊണ്ട് മുട്ടാൻ വരുന്നത് ഇന്ത്യയോടാണ്. പക്ഷേ ഒരു കാര്യം ആലോചിക്കണം, ഇന്ത്യയുടെ തലപ്പത്തിരിക്കുന്നത് മോദിയാണ്. മോദി എടുത്ത തീരുമാനമാണ് തീവ്രവാദത്തെ തുടച്ചു നീക്കുക എന്നത്. എന്തായാലും ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ യുഎന്നിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി അംബാസഡർ പർവതേനി ഹരീഷ് അടുത്ത ഭാഷയിലാണ് പാകിസ്ഥാനെതിരെ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. സമാധാനത്തെയും ബഹുരാഷ്ട്രവാദത്തെയും കുറിച്ചുള്ള ഉന്നതതല ചർച്ചയിലാണ് ഹരീഷിന്റെ പ്രതികരണവും. ഒരു വശത്ത് പക്വതയുള്ള ജനാധിപത്യ രാഷ്ട്രവും കുതിച്ചുയരുന്ന സമ്പദ് വ്യവസ്ഥയും ബഹുസ്വരതയും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ സമൂഹമുള്ള ഇന്ത്യയും, മറുവശത്ത് മതഭ്രാന്തും ഭീകരതയും കൊണ്ട് നിറഞ്ഞ പാകിസ്ഥാനും. IMFൽ നിന്ന് വരെ തുടർച്ചയായി കടമെടുത്തവരാണ് എന്നായിരുന്നു ഹരീഷിന്റെ വിമർശനവും. അന്താരാഷ്ട്ര സമൂഹത്തിന് സ്വീകാര്യമല്ലാത്ത ആചാരങ്ങളിൽ ഏർപ്പെടുകയും മതപ്രഭാഷണങ്ങൾ നടത്തുന്നതും കൗൺസിൽ അംഗത്തിന് അനുചിതമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ 26 സാധാരണക്കാരെ കൊല്ലപ്പെട്ട ഭീകരാക്രമണത്തെ പരാമർശിച്ചുകൊണ്ടായിരുന്നു ഭീകരവാദ കേസുകൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചത്. പഹൽഗാമിലെ ഭീകരാക്രമണത്തിന്റെ ഫലമായി പാകിസ്ഥാൻ അധിനിവേശ ജമ്മു കാശ്മീരിലെ തീവ്രവാദ ക്യാമ്പുകൾ ലക്ഷ്യമിട്ടായിരുന്നു ഇന്ത്യൻ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചത്. അത് കേന്ദ്രീകരിച്ചതും അളക്കപ്പെട്ടതുമായിരുന്നു. അതിന്റെ പ്രാഥമിക ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനായി പാകിസ്ഥാന്റെ അഭ്യർത്ഥന പ്രകാരം സൈനിക പ്രവർത്തനങ്ങൾ നിർത്തലാക്കാൻ നേരിട്ട് തീരുമാനിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. സമീപ ദശകങ്ങളിൽ സംഘർഷങ്ങളുടെ സ്വഭാവം മാറിയിട്ടുണ്ടെന്നും ആധുനിക ഡിജിറ്റൽ ആശയവിനിമയ സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ അതിർത്തി കടന്നുള്ള ധനസഹായം, ആയുധക്കടത്ത്, തീവ്രവാദികൾക്കുള്ള പരിശീലനം, റാഡിക്കൽ പ്രത്യയശാസ്ത്രങ്ങളുടെ വ്യാപനം എന്നിവയും വർദ്ധിച്ചുവെന്നും ഹരീഷ് ചൂണ്ടിക്കാട്ടി. ഐക്യരാഷ്ട്രസഭയുടെ 80 വർഷം പൂർത്തിയാക്കുന്ന വേളയിൽ ഐക്യരാഷ്ട്രസഭ ചാർട്ടറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ബഹുരാഷ്ട്രവാദത്തിന്റെയും തർക്കങ്ങൾ സമാധാനപരമായി പരിഹരിക്കുന്നതിൻ്റെയും മനോഭാവം എത്രത്തോളം സാക്ഷാത്കരിക്കപ്പെട്ടു എന്ന് ചിന്തിക്കാൻ ഇത് ഉപയോഗപ്രദമാകുന്ന നിമിഷമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഐക്യരാഷ്ട്രസഭയ്ക്ക് ഇന്ത്യ നൽകുന്ന ദീർഘകാല സംഭാവനകളെ അദ്ദേഹം അടിവരയിട്ട് വ്യക്തമാക്കി. UN സമാധാന സേനയിലേക്ക് ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന രാജ്യവും സമാധാന പരിപാലനത്തിന് സ്ത്രീകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മുൻഗാമിയുമാണ് ഇന്ത്യ. അതേസമയം ഏപ്രിൽ മാസത്തിലുണ്ടായ ഭീകരാക്രമണത്തോടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നയതന്ത്രം മൂർച്ഛിച്ചതും നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് വഴിമാറിയതും. ഇന്ത്യ ഭീകര കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിന് പകരമായി പാകിസ്ഥാൻ സാധാരണക്കാരെ ഉന്നം വെച്ചതോടെ സ്ഥിതി രൂക്ഷമായിരുന്നു. പിന്നീട് വെടിനിർത്തൽ വന്നതോടെയാണ് സാഹചര്യം ഒന്ന് തണുത്തത്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച